ചൊക്രമുടി കയ്യേറ്റത്തിൽ ബൈസൺ വാലി വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് ചൊക്രമുടി സംരക്ഷണ സമിതി. കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം. റവന്യൂ വകുപ്പ് ഭൂമാഫിയെ സഹായിച്ചു എന്നാണ് ആരോപണം. കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് സംരക്ഷിക്കണം എന്ന ആവശ്യവും ഉന്നയിക്കപ്പെടുകയാണ്. ബൈസൺ വാലി വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ജെയിൻ രാജു ചേരുകയാണ്. ജെയിൻ, വലിയ വിവാദമായ ഈ കയ്യേറ്റം, അതുമായി ബന്ധപ്പെട്ട് അവരുടെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുകയാണ്. എന്തൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, വിശദാംശങ്ങൾ എന്താ? മാധു, പ്രധാനമായും ഈ ഭൂമി തിരിച്ചു പിടിക്കുക, അതോടൊപ്പം തന്നെ ഈ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺ വാലി വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനായി റവന്യൂ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവർ സർവീസിൽ തുടരുകയും ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സമരം ശക്തമാക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് എ രാജ, ദേവികുളം MLA ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. റവന്യൂ വകുപ്പിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് രാജ ഉന്നയിച്ചത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പട്ടയം ലഭിക്കുന്നില്ല, എന്നാൽ വൻകിടക്കാരായിട്ടുള്ള മൈജോ ജോസഫിനെ പോലുള്ള ആളുകൾക്ക് പ്രത്യേക ഇളവും അനുമതിയും ഇടപെടലും ലഭിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം.